ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്ന ഈ ദ്രാവിഡ വർഗ ഐക്യമുന്നണി DCUM എന്ന നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പരിപാടി ഒരു 10-20 ദിവസം മുമ്പ് ബഹുമാന്യായ ഞാൻ പഠിച്ച സ്ഥാപനത്തിലെ സൂപ്പർ സീനിയറായ ആർട്ടിസ്റ്റ് ബഹുമാന്യായ ശ്രീ EV കൊച്ചുകുഞ്ഞ് സാറ് എന്നെ അറിയിച്ചു. അതിന് പ്രകാരം ഞാൻ ഒരു പരസഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഒരു 4-5 ദിവസമായിട്ട് ഒരു പനി ബാധിതനായി ഇന്നാണ് വിളിച്ചത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് കുറച്ച് സമയം സംസാരിക്കുന്നതിനിപ്പം ചുമ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംസാരിക്കാവുന്ന അവസ്ഥയിലല്ല. പക്ഷെ അദ്ദേഹത്തോട് ഇവിടെ എത്തിച്ചേരാം എന്ന് കമ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റൊരാളാണ് എന്നെ വണ്ടി കൊണ്ടുപോകുന്നത്. ഈ പരിപാടി ഇന്ന് രാവിലെ മുതൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ പ്രഭാശ്രീ ദേവർഷികൾ പ്രഭുരാജ് തിരുമേനി കുരുകുന്നം, ശ്രീ PS പ്രേംനാഥ് ജീവരാജ്, ബഹുമാനായ ശ്രീ PS രാജ്മോഹൻ തമ്പുരാൻ, ബഹുമാനായ ഡോക്ടർ MR വന്ദിരാജ് തിരുവനന്തപുരം, ശ്രീമതി റാണ നമ്രത, ശ്രീ ഇവിടെ എത്തിച്ചേരാൻ അല്പം വൈകിയത് ഒരർത്ഥത്തിൽ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം അനർഗളം നിർദ്ദേശിക്കുന്ന വാക്പ്രഭാവത്താൽ നമ്മുടെ ഈ സമ്മേളനം ഇവിടെ നിരവധി കഥകളും ഉദ്ധരണികളുമൊക്കെയായി ചേർത്തുകൊണ്ട് ഉദ്ഘാടനം കവിയും സാംസ്കാരിക പ്രവർത്തകരും അധ്യാപകരും നിരവധി ട്യൂട്ടോറിയലുകളിലൊക്കെ അധ്യാപനമൊക്കെ ഏർപ്പെടുന്ന ആളും ഒക്കെയായ ശ്രീ ഉദ്ഘാടനം ചെയ്തു. മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ മുത്തം CR ആചാര്യ, ഈ സമ്മേളനത്തിൽ രാവിലെ മുതൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, ഈ ദ്രാവിഡ വർഗ ഐക്യമുന്നണി എന്ന ഈ നാമം തന്നെ ഒരു സങ്കുചിത അർത്ഥത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം തെക്കേ ഇന്ത്യ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ദ്രാവിഡ ഗോത്ര ജനവിഭാഗങ്ങളുടെ അധികാരത്തിലും അവകാശത്തിലും സ്വാധീനത്തിലും ആയി ദ്രാവിഡ സംസ്കൃതി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു സംസ്കൃതി. ആ സംസ്കൃതിയുടെ വളർച്ചയുടെ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ഭരണ സംവിധാനം, ഒരു സാമൂഹ്യ സംവിധാനം തുടങ്ങിയ പ്രാബല്യത്തിൽ നമുക്ക് സംഘകാലം എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ തെക്കേ ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ഒരു കാലഘട്ടം. എനിക്ക് ഈ സംഘടനയുടെ സ്ഥാപക ഗുരുവായിട്ടുള്ള ശ്രീ പൊയ്കയിൽ തിരു സഭാരാജ് തിരുമേനിയുടെ പ്രസംഗം നേരിട്ട് കേൾക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരേഡ്, ഈ യൂണിഫോം ചുവപ്പും കറുപ്പും ഇട്ട യൂണിഫോം
ഇട്ട നിരവധി ആൾക്കാരുടെ പരേഡോടുകൂടി അദ്ദേഹം മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച് വെച്ച ഒരു വലിയ സ്റ്റേജിൽ അദ്ദേഹം നിന്ന് പ്രസംഗിക്കുന്നത് നേരിട്ട് കാണുവാനും ആ പ്രസംഗം മുഴുവൻ ശ്രവിക്കുവാനും അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ PRDS പോലെ നിരവധി പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ്റെ സ്മരണ നിലനിർത്തുന്ന സംഘടനകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ കേരളത്തിൻ്റെ നവോത്ഥാനം അഥവാ കേരളത്തിൽ ഉണ്ടായി വന്ന പരിവർത്തനം ഒരു പരിധിവരെ ഇന്ത്യയിൽ ഇവിടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനം നടക്കുന്നുണ്ട്. അപ്പോൾ വിദ്യ കൊണ്ട് മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റൂ. പക്ഷെ ഇന്നത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വളരെ അപകടം നിറഞ്ഞാണ്. നിങ്ങളത് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കണം. ഇല്ല, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്കൂളിൽ വിടും, വിദ്യാഭ്യാസം കിട്ടുന്നത്. കാരണം മൗലാന അബ്ദുൽ കലാം ആസാദിനെ ഒഴിവാക്കിയ ചരിത്ര പുസ്തകം, 800 വർഷത്തെ മുഗളന്മാരുടെ ഭരണം ഒഴിവാക്കിയ ചരിത്ര പുസ്തകം വരും. പരിണാമ സിദ്ധാന്തം ഒഴിവാക്കിയ ശാസ്ത്ര പുസ്തകമൊക്കെയാണ്. ഈ സംഘടന അതിൻ്റെ പ്രവർത്തനം മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വലിയ വാക്കുകൾ നോക്കുക.